ഓം ക്ഷണഭംഗുര വിഷയവിരക്തായ നന്മ 24ലേക്ക് സ്വാഗതം. ശ്രീ ഗുരുദീപം ശ്രീനാരായണ സഭയുടെ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും ഗുരുദേവ മണ്ഡപ സമർപ്പണവും കാക്കനാട് പാറയ്ക്ക് മുകളിൽ നടന്നു. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് ധർമ്മ ചൈതന്യ സ്വാമികൾ ഗുരുദേവ പ്രതിഷ്ഠയും മണ്ഡപ സമർപ്പണവും നടത്തി. സ്വന്തമായി നമുക്കൊരു സ്ഥലവും നമുക്ക് ആരാധിക്കുവാനൊക്കെ വലിയ ഒരു അമ്പലം ഉൾപ്പെടെ നമുക്കിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് വഴിയിൽ കൂടെ നടക്കാൻ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ നമ്മളെ കൈപിടിച്ചുയർത്തി ഈ സമൂഹത്തിലേക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് പകർന്നു നൽകി നമ്മളെ മുന്നോട്ട് നയിച്ച മഹാത്മാവായ ശ്രീനാരായണ ഗുരുദേവൻ. ഒരു പറയുന്നു അവരുടെ മണം വേറെയാണ്, അവരുടെ ചുവ വേറെയാണ്, അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ സംസ്കാരം വേറെയാണ്. പക്ഷേ ഈ 804 കോടി മനുഷ്യരടങ്ങുന്ന 84 ലക്ഷം ജീവയോനികളുണ്ട് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. അതിൽ 12 ലക്ഷത്തെയാണ് ആധുനിക ശാസ്ത്രം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അവയിലെല്ലാം ജീവാത്മാവായി പ്രകാശിക്കുന്നത് ഒരേ ഒരു തത്വമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഋഷീശ്വരന്റെ വിഗ്രഹത്തെയാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. അറിവിൻ്റെ മറുകര കണ്ട ഋഷീശ്വരൻ. അതുകൊണ്ട് അറിവ് നേടിക്കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ പൂർണ്ണമാക്കാൻ സാധിക്കൂ. ആ അറിവിലേക്ക് ഉണരാൻ വേണ്ടിയിട്ട് ആ ഗുരുപാദങ്ങളിൽ വീണ്ടുവണങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതോടൊപ്പം ഗുരു തെളിച്ചിട്ടുള്ള ജ്ഞാനവീതികളിലൂടെ നമ്മുടെ പുതുതലമുറയെ കൈപിടിച്ചാനയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് ഈ സദസ്സിനെ ഞാൻ കാണുന്നത് ശ്രീനാരായണ ഗുരുമഹേശ്വരൻ്റെ മതാതീത ആത്മീയ സദസ്സായിട്ടാണ്, വേദിയായിട്ടാണ് ഞാൻ ഈ വേദിയെ കാണുന്നത്. സമാധരണീയരായ ജനപ്രതിനിധികൾ അബ്ദുൾ ഷാനെയും എം.ഒ. വർഗീസും അടങ്ങുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത മതാതീത സങ്കല്പത്തിന് സാക്ഷാത്കാരമാവുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഷാജി ചേട്ടനും ബാബു ചേട്ടനും സജ്ജു ഒക്കെ അടക്കമുള്ള ഒരു വലിയ നിര, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആത്മീയമായി പുതുതലമുറയിലേക്ക് അറിവ് പ്രദാനം ചെയ്യുന്നതിന് വേണ്ട കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരവരുടെ സമ്പത്തിനെ വിനിയോഗിക്കുമ്പോൾ ഇവരെല്ലാവരും ചേർന്ന് നമ്മൾ അണിനിരന്നുകൊണ്ട് ചെയ്യുന്നത് സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ളൊരു പ്രതിഷ്ഠയാണ് ഇന്നിവിടെ സംഭവിച്ചതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമുക്ക് ഓർക്കുവാനും ചെയ്യുവാനും അറിയുവാനും പഠിക്കുവാനും എല്ലാം കേവലം ഒരു ജന്മം കൊണ്ട്, ഒരു കർമ്മം കൊണ്ട് തൻ്റെ ജന്മത്തെ എക്കാലവും ഓർമ്മപ്പെടുത്തിയ ഒരു മഹാത്മാവായ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠാ കർമ്മമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. 1903 ശ്രീനാരായണ ധർമ്മപരിപാലനം യോഗം സ്ഥാപിച്ചോടുകൂടി ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ സംഘടനയുടെ കീഴിൽ അണിനിരന്ന് ഒരു സംഘടനാബോധവും ജനാധിപത്യ സംവിധാനവും കൃത്യമായി സമൂഹത്തെ ഓർമ്മപ്പെടുത്തി നമ്മൾ മുന്നോട്ട് നയിച്ച മഹാത്മാവായ ശ്രീനാരായണ ഗുരുദേവൻ. ആ അടയാളപ്പെടുത്തേണ്ട ഒരു ഓർമ്മപ്പെടുത്തലായി ഇവിടെയുള്ള മുഴുവൻ ആളുകളും, ശ്രീ എൻ.ആർ. ബാബുവും ശ്രീ എൻ.ആർ. ഷാജിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചെലവ് വഹിച്ച ആ ഗുരുദേവ പ്രതിഷ്ഠാകർമ്മം ഇവിടെ പൂർത്തിയാവുമ്പോൾ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരുപാട് നാഴികക്കല്ലുകൾ നമ്മൾ താണ്ടിയിരിക്കുകയാണ്. ഗുരുദേവൻ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുത്ത ശ്രീനാരായണ ഗുരുദേവന് ശേഷം മഹാനായ ആർ ശങ്കർ നേതൃത്വം കൊടുത്ത, ശ്രീ സഹോദരൻ അയ്യപ്പൻ നേതൃത്വം കൊടുത്ത, ഡോക്ടർ പൽപ്പവും കുമാരനാശാനും ഒക്കെ നേതൃത്വം കൊടുത്ത വലിയ ഒരു സംഘടനാബോധമുള്ള ആളുകളുടെ പിൻഗാമികളായ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ, നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിമാനകരമായ നിമിഷങ്ങൾ നമുക്ക് എപ്പോഴും ഓർക്കപ്പെടേണ്ടതുണ്ട്. ആ അഭിമാനകരമായ മുഹൂർത്തമായ നിമിഷങ്ങൾ നമ്മളിവിടെ ഓർക്കപ്പെടുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും
അവർ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മപ്പെടുത്തുന്ന, സന്തോഷിക്കുന്ന, അഭിമാനകരമായി വിചിമ്രിതമായി നിൽക്കുന്ന വലിയൊരു മുഹൂർത്ത നിമിഷം നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു ഇന്നലെ ഒരു പിഞ്ചു കുഞ്ഞ്, ഞാനത് ടി വിയിൽ കണ്ടപ്പോൾ എനിക്ക് കുറേ നിമിഷത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുഞ്ഞു പെട്ടിയിൽ ഒരു കളിപ്പാട്ടം കൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെയൊക്കെ ഉള്ള് പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ചയായിട്ട് അത് മാറുകയുണ്ടായി. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുക? എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? ആരാണ് അച്ഛൻ, ആരാണ് അമ്മ? അച്ഛൻ്റെയും അമ്മയുടെയും മാഹാത്മ്യത്തെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി ഓരോ മനുഷ്യ മനസ്സും ഇവിടെ അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അത് ആചരിക്കുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ലോകത്തെ പഠിപ്പിച്ച ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒപ്പം നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ, എതിർഭാഗത്തുള്ളതും ഒരു ഡോക്ടർ. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സന്താനങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമാണെന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് നമുക്ക് എഴുതി വെച്ച് പഠിപ്പിച്ചു തന്ന ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു, അമ്മയെ നോക്കാൻ ഇഷ്ടമുണ്ട് പക്ഷെ കഴിയുന്നില്ല. ആ നിസ്സഹായതയ്ക്ക് പരിഹാരമായിട്ട് ആ യുവാവ് എന്താ ചെയ്തത്? ആ അമ്മയെ അങ്ങ് കൊലപ്പെടുത്തുക. എത്ര വിഹുലമായിട്ടാണ് മനുഷ്യ മനസ്സുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, ഈ കാലഘട്ടം സംഘർഷാത്മകമാണ്. മനുഷ്യ മനസ്സുകൾ ശാന്തിപൂർണമാകേണ്ടതുണ്ട്. തെരുവിലിറങ്ങേറുന്ന മഹായുദ്ധങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് പിടിച്ചാൽ അത് രാഷ്ട്രീയമായി പോകും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് അത് പുതുതലമുറയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ ഇത്തരം ദിശാസൂചികകൾ ആവശ്യമായി വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഒരു പ്രതിഷ്ഠ സംഘടിപ്പിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് കിഷോർ എന്നാണ്. ഞാനാണ് ഈ ഗുരുമണ്ഡപം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ചൈതന്യമാർന്ന ഈ ഗുരുമണ്ഡപം പണി പൂർത്തീകരിച്ചത്. അത് എനിക്ക് നന്നായിട്ട് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ആ ഒരു ഊർജം തന്നത് ഈ ശ്രീനാരായണ ഗുരുമണ്ഡപത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള NR ബാബു ചേട്ടൻ, സജു, അവരുടെ ഒരു ഇടപെടലാണ്. കാരണം ബാബുചേട്ടൻ എന്നോട് പറഞ്ഞത് നല്ലൊരു ലക്ഷണം ചൈതന്യമുള്ളൊരു ഗുരുമണ്ഡപമാണ് ഞങ്ങൾക്ക് പണി പൂർത്തീകരിച്ചു തരേണ്ടത് എന്ന് മാത്രമേ അദ്ദേഹം ഈ ക്ഷേത്രം പണിയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സജു. അവരുടെ ഒരു ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം, അതാണ് എന്നെ ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന രൂപത്തിൽ പൂർത്തീകരിക്കാനും എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി ലക്ഷണത്ത ഒരു ഗുരുമണ്ഡപമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ, ഈ ഗുരുമണ്ഡപം പൂർത്തീകരിച്ചതിന് ശേഷം എനിക്കൊരു വല്ലാത്തൊരു ഊർജം എൻ്റെ ശരീരത്തിനും എനിക്കും എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പല ഗുരുമണ്ഡപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ആറാമത്തെ ഗുരുമണ്ഡപമാണ്. 7ാമത്തത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഏകദേശം പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഒരു ഗുരുമണ്ഡപം പണിതതിന് ശേഷം തുടർന്ന് ഞാൻ ഗുരുമണ്ഡപത്തിൻ്റെ പണികളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയായിരിക്കും.